വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ക്യൂട്ട് ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയേ. കുട്ടികൾ ഒരുപാട് ഹാപ്പി ആവും കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ റെഡ് ചാർട്ട് പേപ്പറിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് A4 പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ഇതുപോലെ 2 പീസസ് ആണ്. ഇതിൽ ഒരെണ്ണത്തിൽ നമുക്കൊരു ലവ് സിമ്പിൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് അക്യുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. 2 ഡയഗണൽസ് വരച്ച് കൊടുത്തിട്ട് ഒരു ഡയഗണലിൻ്റെ മുകളിലായിട്ട് 2 സെമി സർക്കിൾസും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കാണുന്നില്ലേ നമ്മൾ വരച്ചെടുത്തത്? ഇനി നമുക്ക് ഇത് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചാർട്ട് പീസിൻ്റെ 2 എൻഡ്സും ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ ഹാർട്ട് ഷേപ്പിലായി. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷനിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ മുകളിലേക്ക് വെച്ചിട്ടാണ് ഹാർട്ട് ചെയ്തെടുത്തതെങ്കിൽ സെക്കൻഡ് പോർഷനിൽ നമ്മൾ താഴത്തേക്ക് വെച്ചിട്ടാണ് ഹാർട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ വേണം വരാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ഹാർട്ട് റെഡും ഒരു ഹാർട്ട് വൈറ്റുമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെൻറ്റർ പോർഷനിൽ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ പോർഷൻ ഒഴിച്ച് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ A4 പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത അടുത്ത പീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോർഷൻ്റെ ഷേപ്പ് ഒന്ന് ഇതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ആ സെൻറ്റർ പോർഷൻ്റെ കറക്റ്റ് ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഇത് ആ പോർഷൻ്റെ അകത്ത് നിൽക്കുന്ന വിധത്തിൽ വരാനായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു 1/2 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് 2 ഹാർട്ട് ഷേപ്പിലും 1 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കണേ. സ്ലിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വിഷ് എഴുതി കൊടുക്കാം. വിഷൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു ബാൻഡ് ഉണ്ടാക്കി കൊടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചാർട്ട് പേപ്പറിൽ നിന്നും വൈറ്റ് ചാർട്ട് പേപ്പറിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഓരോ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരുമിച്ചാക്കി സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം താഴേക്ക് വെച്ച് കൊടുത്ത് 2 സൈഡും ഫ്രണ്ടിലേക്ക് മടക്കി കൊടുത്തു. എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റി സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ബാൻഡ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുകയെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോഴല്ലേ ഒന്നുകൂടെ ഭംഗിയായത്. ഇനി ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബോ ചെയ്ത് കൊടുക്കാം അല്ലേ. ഞാനിവിടെ റെഡ് ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് അതുപോലെ മടക്കി കട്ട് ചെയ്ത് ബോ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇനി ബോയുടെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ കൊടുത്താലോ. A4 പേപ്പറിൽ നിന്നുള്ള പീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സെയിം ഫ്ലവർ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ മുകളിൽ കാർഡിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാം.
ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നിവർത്തി കൊടുത്തു. ഏതെങ്കിലും 2 പെറ്റലിൻ്റെ ഇടക്കായിട്ട് ഒരു കട്ട് കൊടുത്തു. ലാസ്റ്റ് പെറ്റൽ മറ്റേതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു. ദാ ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബീഡും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ക്യൂട്ട് ഫ്ലവറിനെ ബോർഡർ നടുക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോം പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത കുറച്ച് ഹാർട്ട് ഷേപ്സും കുറച്ച് ബീഡ്സും അവിടെ ഇവിടെയായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ അപ്പോൾ നമ്മുടെ കുഞ്ഞു കാർഡ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ക്യൂട്ടല്ലേ ഇത് കാണാനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് സ്വയം ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഈ കുഞ്ഞു ക്യൂട്ട് ഗ്രീറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.